കാരവാനിൽ ഡ്രഗ്സ് ഉപയോഗിച്ചാൽ പിടിക്കും, സമുദ്രത്തിൽ പോയി ഡ്രഗ്സ് ഉപയോഗിച്ചാൽ പിടിക്കും, അതല്ല DJ പാർട്ടി ഡ്രഗ്സ് ഉപയോഗിച്ചാൽ പിടിക്കും. പറയുന്നത് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. തൂഫാൻ കേരള പോലീസിൻ്റെ തൂഫാൻ ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരാഴ്ച കൊണ്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന മാറ്റം ചെറുതല്ല എന്ന് പറയാതെ വയ്യ കേട്ടോ. കാരണം ഒരാഴ്ച കൊണ്ട് ഏകദേശം 1500-ലധികം കേസുകളിൽ ആളുകൾ പിടിക്കപ്പെട്ടിരിക്കുന്നു. 1700-ഓളം ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അയ്യോ അത്രയും പേരുടെ കുടുംബം പോയി, ഭാവി പോയി എന്നുള്ളതല്ല. ഇത് സത്യത്തിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് ഇത്ര മനോഹരമായിട്ട് നടക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിനകത്ത് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നൈജീരിയൻ സ്വദേശികളായിട്ടുള്ള ഇതിൻ്റെ കീ പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ സെല്ലിങ് നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ ഹോൾസെയിൽ ഡീലേഴ്സ് എന്നൊക്കെ പറയുന്ന 2 പാർട്ടികളെ, ഒരാളെ ബാംഗ്ലൂരും ഒരാളെ കേരളത്തിൽ വെച്ചും അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. അങ്ങനെ ഈ സാധാരണ ഇവിടെ യൂസ് ചെയ്യുന്ന ആളുകളെ മാത്രമല്ല ഇതിൻ്റെ സെല്ലേഴ്സും പിടിക്കപ്പെടുന്നു, ഇതിൻ്റെ ഉപഭോഗ കേന്ദ്രത്തിലുള്ളവരും പിടിക്കപ്പെടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. സാധാരണ ഈ കേസുകളിലൊക്കെ ഇതുപോലത്തെ ഓപ്പറേഷൻസൊക്കെ നടക്കുമ്പോൾ വഴി ഇന്ന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും കലിങ്കിലെടുത്ത് ഉപയോഗിക്കുന്ന പാവപ്പെട്ടവൻ എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ളവരെ മാത്രം പിടിച്ച് അകത്തിരുന്ന പരിപാടി. പക്ഷേ ഈ വട്ടം നടക്കുന്നത് നമ്മൾ കണ്ട വീഡിയോകളിൽ പോലും വ്യക്തമാണ്. ഈ വട്ടം നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നത് ആരൊക്കെ, അവൻ എവിടുന്ന് കിട്ടുന്നു, അവൻ ആര് കൊടുത്തു എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ചെയിൻ ബൈ ചെയിനായിട്ട് ഉപഭോഗ കേന്ദ്രത്തിലേക്ക് പോകുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്ത ടോട്ടൽ കണക്കുകളുടെ ഒരു റിപ്പോർട്ടുണ്ട്. 7 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടുണ്ടായ റിപ്പോർട്ട്. ഓപ്പറേഷൻ തൂഫാൻ ഒരാഴ്ച പിന്നിടുമ്പോൾ അറസ്റ്റായത് 1710 പേരാണ്. ഇതുവരെയായി 1586 ലഹരി കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനം ഒട്ടാകെ ലഹരിയിൽ നിന്ന് മുക്തമാവുക, പ്രത്യേകിച്ച് നമ്മളുടെ വിദ്യാർത്ഥികൾ, വിദ്യാലയങ്ങൾ ഒക്കെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ ഉടൻ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറന്നതിൻ്റെ പിറ്റേ ദിവസം കോട്ടൺ ഹിൽ സ്കൂളിൽ, തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഇന്നലെ ഒരാഴ്ച പൂർത്തിയായി. ഈ ഒരാഴ്ച പിന്നിട്ട് കഴിയുമ്പോൾ മൊത്തം 1710 പേരാണ് ഈ മയക്കുമരുന്ന് കേസുകളിലായിട്ട് അറസ്റ്റായിരിക്കുന്നത്. മൊത്തം 1586 മയക്കുമരുന്ന് കേസുകൾ, ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 1 കിലോ 185 ഗ്രാം MDMA ഇതിനകം തന്നെ സംസ്ഥാനത്ത് നിന്നൊട്ടാകെ പിടിച്ചെടുത്തിട്ടുണ്ട്. 112 കിലോ കഞ്ചാവാണ് ഈ റെയ്ഡിൻ്റെ ഭാഗമായി ഈ ഒരാഴ്ച കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത്. അതിനൊപ്പം തന്നെ നമ്മൾ കണ്ടതാണ് പ്രധാനപ്പെട്ട ചില ലഹരി വേട്ടകൾ. ഒന്ന്, തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് ഒരു ടെക്കി 1 ലക്ഷത്തിലധികം ശമ്പളം വാങ്ങിക്കുന്ന ഒരു IT ജീവനക്കാരൻ്റെ ഫ്ളാറ്റിൽ കഞ്ചാവ് ചെടികൾ വളർത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അത് ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായി പിടികൂടിയതാണ്. അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ മലപ്പുറം വളാഞ്ചേരിയിൽ 30 പെട്ടികളിലായി ബ്രൗൺ ഷുഗർ കടത്തിയത് പിടികൂടി. അതിനൊപ്പം തന്നെ നൈജീരിയൻ സ്വദേശികൾ, ഒരാളെ ബംഗളൂരുവിൽ പോയി അറസ്റ്റ് ചെയ്തു, മറ്റൊരാളെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള അറസ്റ്റുകളും റെയ്ഡുകളുമായി ആണ് നടത്തുന്നത്. ഇതിനൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ DGPമാരുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെയുള്ള മയക്കുമരുന്ന് ഇങ്ങോട്ട് കടത്തിവിടുന്ന സോഴ്സുകളെ അത് കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമാണ് എന്ന് തന്നെ പറയാം. വലിയ അറസ്റ്റും അത്രയധികം ലഹരി കേസുകളുമാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1710 പേരാണ്. കേട്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ഓപ്പറേഷൻ പൊക്കോട്ടിരിക്കുന്നത്. ജൂൺ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിട്ടാണ് ഈ ഒരു ഓപ്പറേഷൻ തുടങ്ങുന്നത്. ഈ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു, നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പരിപാടി നിർത്തിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ നിർത്തിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ആ ഓപ്പറേഷൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വളരെ എഫക്റ്റീവായിട്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓപ്പറേഷനുകളിൽ ഒന്നായിട്ട് മാറുന്നുണ്ട്. കാരണം ഇതിന് മുമ്പ് സമാനമായിട്ടുള്ളൊരു ഓപ്പറേഷൻ നടന്നത് എനിക്ക് തോന്നുന്നു ഓപ്പറേഷൻ കുബൈര എന്ന് പറഞ്ഞാൽ തന്നെ ഈ രമേശ് ചെന്നിത്തല തന്നെ മുമ്പ് ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. അത് ഈ പറയുന്ന ബ്ലേഡ് മാഫിയകളെ പിടിക്കാനുണ്ട്. അതും ഭയങ്കര ഓപ്പറേഷനായിരുന്നു. ആ കാലഘട്ടത്തിൽ ന്യൂസുകൾ വായിച്ചു വരുന്നവരും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്കൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു 2015-16 കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞിട്ട് ബ്ലേഡ് മാഫിയയെ മുഴുവൻ കയറി പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് കേരളത്തിൽ ബ്ലേഡ് മാഫിയ ഭയങ്കരമായിട്ട് പെരുകിയിരുന്ന ഒരു സമയമാണ്. അതിനുശേഷമാണ് ബ്ലേഡ് മാഫിയകളുടെ ഈ ഒരു താഴ്ച ഉണ്ടാകുന്നത്. നേരത്തെയൊക്കെ ഒരുപാട് ബ്ലേഡുകാർ എല്ലാ ഏരിയയിലും ഉണ്ടായിരുന്നു. ഇപ്പോഴില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ സമയത്ത് ഒരു കുറവുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഈ വട്ടം വന്ന ശേഷം രമേശ് ചെന്നിത്തല അവതരിപ്പിച്ച ഈ ഒരു പ്രോജക്റ്റ് ടോട്ടലി ആഭ്യന്തര വകുപ്പ് ഈ 2-3 ആഴ്ച കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തു. അതിപ്പോൾ ഓപ്പറേഷൻ തൂഫാനായാലും ഗുണ്ടകളെ കൺട്രോൾ ചെയ്യുന്ന മെഷേഴ്സിലായാലും കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യുന്ന ഒരു കാര്യത്തിലൊക്കെയാണ്. പോലീസിന് വാട എന്ന് പറയുന്ന ഒരു ഇമേജ് കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. ആ ഇമേജ് അവർ പെട്ടെന്ന് മാറ്റിയെടുത്തു. പോലീസ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി എന്നുള്ളത് വലിയൊരു മാറ്റമാണ്. അത് കേരള പൊതുസമൂഹത്തിൽ വിസിബിളായിട്ടുള്ളൊരു മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വീണ്ടും തൂഫാനിലേക്ക് വരുമ്പോൾ
പറയുമ്പോൾ തൂഫാൻ ഈ പ്രൊജക്റ്റ് മറ്റൊരു തലത്തിലേക്കും കൂടെ അവർ വ്യാപിപ്പിക്കുന്നു എന്നുള്ളത്. അതായത് സ്കൂളുകളിലേക്ക് പോകുന്നു, അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നു. സത്യമാണ്, ഒരു പ്രൊജക്റ്റ് ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള കാര്യം ഇത് പോലീസിനെ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആളുകളെ പിടിക്കുന്നതുകൊണ്ട് മാത്രം സോൾവ് ആകുന്ന ഒരു ഇഷ്യൂ അല്ല. പകരം എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരു വലിയ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും. അത് ഡ്രഗ്സ് ആയാലും എന്തായാലും നിയമത്തിലൂടെ നമ്മൾ കൺട്രോൾ ചെയ്യണം. പ്ലസ് ഈ പറയുന്ന പോലെ അടുത്ത ജനറേഷനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പോലീസിനെ കൊണ്ട് ഉപയോഗിക്കുന്നവരെ കൺട്രോൾ ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യുന്നു. അതേസമയം സ്കൂളുകളിൽ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോജക്റ്റുകൾ നടക്കുന്നു. ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ആഭ്യന്തര വകുപ്പോട് ചേർന്ന് അത് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ കണ്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതും വളരെ എഫക്റ്റീവാണ്. ഇനിയിപ്പം അടുത്ത സ്റ്റെപ്പാണ്. ഇവിടെ ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് നടന്മാരും നടിമാരും അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിലെ വലിയ പോസ്റ്റുകളിലിരിക്കുന്നവരും ഉന്നത ജീവിതശൈലിയുള്ളവരും ഒക്കെ ഉണ്ട്. അവരെ പിടിക്കുമെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതൊന്ന് കാണൂ. കാരവാനിൽ കയറുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. DJ പാർട്ടികൾ കയറുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. നീയൊക്കെ കപ്പലിൽ കൊണ്ട് ഉപയോഗിച്ചാൽ പുലും പിടിക്കുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ആ വീഡിയോ ഒന്ന് കാണും, എന്നിട്ട് അതിനെപ്പറ്റി ഡിസ്കസ്. കാരവാനിൽ കയറുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരവാനുകളിൽ കയറും, 5 സ്റ്റാർ ഹോട്ടലിൽ കയറും, DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്ന വിവരം കിട്ടിയാൽ കയറും. അതുപോലെ ബോട്ടുകളിൽ പോയി സമുദ്രത്തിൽ പോയി ബോട്ടുകളിൽ പാർട്ടി നടത്തുന്നവർ അവിടെയൊക്കെ കയറും. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അവരോടൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ കയറുമെന്ന്. നിങ്ങൾ അതിൽ നിന്ന് പിൻവാങ്ങണം. നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തരുത്. കാരവാൻ ഒരിക്കലും ഇത് ഉപയോഗിക്കേണ്ട ഒരു മേഖലയല്ല. അവിടെ കയറാൻ യാതൊരു നിയമ തടസ്സവുമില്ല. അത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് അവിടെയൊക്കെ കയറും. ദയവായി അത്തരക്കാരായ ആളുകൾ അത് ദുരുപയോഗം ചെയ്തതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കേട്ടല്ലോ, സിനിമാ മേഖലയിൽ വ്യാപകമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് എല്ലാ ഡ്രഗ്സും, കഞ്ചാവും, MDMA, വേറെ എന്തെങ്കിലും പുതിയ സിന്തറ്റിക് ലഹരി വന്നാൽ അതുപോലും പിറ്റേ ദിവസം നമ്മുടെ സിനിമാ മേഖലയിൽ ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പല നടന്മാരുടെയും ഇൻ്റർവ്യൂ വന്നിരിക്കുന്നതും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ കണ്ണുകളും അവരുടെ സംസാര രീതികളും ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം. പക്ഷേ ഇതുവരെ കാരവാനിൽ കയറാൻ ആരും തൻ്റെ ഇടം കാണിച്ചിട്ടില്ല. സിനിമാ സിറ്റികളിൽ പോകാൻ തൻ്റെ ഇടം കാണിച്ചില്ല. അതെന്താ? സിനിമാ സിറ്റി പാരലൽ വേൾഡാണോ? സിനിമാ സിറ്റി വേറെ വേൾഡാണോ? പോകണം. ഇപ്പം കേരളത്തിലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, സിനിമാ സിറ്റികളിലും പോവും, അല്ലെങ്കിൽ ഡ്രഗ്സിനെയും DJ പാർട്ടികളിൽ ഉപയോഗിച്ചാൽ പിടിക്കും, അല്ലെങ്കിൽ ഡ്രഗ്സ് സമുദ്രത്തിൽ ഉപയോഗിച്ചാൽ പിടിക്കും എന്ന് പറയുന്ന വലിയൊരു തൻ്റെ ഇടമാണ്. കാരണം സിനിമാ സെറ്റുകൾ മറ്റൊരു ലോകമല്ല. പിന്നെ സിനിമാ മേഖല ഇത് കൺട്രോൾ ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ്. അതെങ്ങനെയാണ്? നമ്മുടെ എല്ലാം ഇപ്പം നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ, നമ്മൾ മമ്മൂട്ടിയും മോഹൻലാലിനെയും കണ്ടു വളർന്ന ഒരു ജനറേഷനാണ്. ഇപ്പം അടുത്ത ജനറേഷൻ ഈ നിലവിലത്തെ താരങ്ങളെ കണ്ടാണ് വളരുന്നത്. ഞാൻ ആരുടെ പേര് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇത് ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ആളുകൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഹീറോസ് ആരാ? അവരാ. എൻ്റെ ഹീറോ ഇൻ്റർവ്യൂ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, എൻ്റെ ഹീറോ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് ചാടും. ഇതെല്ലാം ഇവർക്കറിയാം എന്നാ ചെയ്തിട്ടാണ്, എന്തിൻ്റെ പുറത്താണെന്ന്. അപ്പോൾ ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നതോ മാസാണ് എന്ന് വിചാരിക്കും. കഴിഞ്ഞ ജനറേഷൻ ആളുകൾ സിഗരറ്റ് വലിക്കുന്ന, ഒരു സിനിമകളിലൊക്കെ സിഗരറ്റ് വലിക്കുന്ന നമുക്ക് കാണാം, അല്ലെങ്കിൽ ഈ ഹീറോസ് മാറി നിന്ന് സിഗരറ്റ് വലിക്കുന്നതാണ്. അത് ഒരു ജനറേഷനിലേക്ക് ആ ഒരു ശീലം പകർന്നു കിട്ടിയിട്ടുണ്ട്.